പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മനുഷ്യാവതാരത്തിന് സർവശക്തനായി ദൈവത്തെ പ്രേരിപ്പിച്ച ഘടകം മനുഷ്യരോടുള്ള സ്നേഹമാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ തൻ്റെ പരസ്യശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ നിർവഹിച്ച എല്ലാ അത്ഭുത പ്രവർത്തനങ്ങളുടെയും പ്രേരക ഘടകമെന്ന് പറയുന്നത് മനസ്സലിവും മനുഷ്യസ്നേഹവുമാണ്. മനസ്സലിവിൻ്റെ മനോഹര ഉദാഹരണമാണ് പെന്തിക്കോസ്തിക്ക് ശേഷം 6-ാം ഞായറാഴ്ച നാം വായിച്ചു കേട്ട വേദഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. സോർ സീദോൻ അതിരിൽ കൂടി കർത്താവ് സഞ്ചരിച്ച് ദക്കപ്പോലി ദേശത്ത് എത്തിച്ചേരുന്നു. വലിയൊരു പുരുഷാരം യേശുക്രിസ്തുവിൻ്റെ പ്രബോധന ശുശ്രൂഷയിൽ സംബന്ധിച്ച് 3 ദിവസം യേശുക്രിസ്തുവിനോടുകൂടെ കഴിച്ചുകൂട്ടുന്നു. 3 ദിവസം തൻ്റെ കൂടെ ഇരിക്കുന്ന ജനത്തെ കണ്ടിട്ട് യേശുക്രിസ്തുവിന് മനസ്സലിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ പുരുഷാരത്തിനെ വെറും കൈയായി പറഞ്ഞയക്കുവാൻ സാധിക്കത്തില്ല. ഇവരെ ഇപ്പോൾ പറഞ്ഞയച്ചാൽ അവർ പാതയോരങ്ങളിൽ വഴിയിൽ തളർന്നു വീണുപോയേക്കാം. നാം ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് പ്രതികരിക്കുന്നത്, ഈ കാട്ടിൽ എവിടെ നിന്ന് ഇത്രയും അധികം പുരുഷാരത്തിന് ഭക്ഷണം നൽകുവാൻ സാധിക്കും? യേശുക്രിസ്തു ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 7 അപ്പവും കുറേ മീനും എന്നവരെ പ്രതിവചിച്ചു. കർത്താവ് യേശു മശീഹ ആ 7 അപ്പവും കുറേ മീനും കൈകളിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ നൽകി. അവരത് പുരുഷാരത്തിന് വിളമ്പി. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 7 വട്ടി നിറയെ എടുത്തു. ഇവിടെ പുരുഷാരത്തെക്കുറിച്ച് പറയുന്നത് ഭക്ഷണം കഴിച്ച് തൃപ്തരായ പുരുഷന്മാർ, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒഴികെ 4000 പുരുഷന്മാരായിരുന്നു എന്നാണ്. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ഞായറാഴ്ചകളിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പല പ്രാവശ്യം വായിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 5 അപ്പവും 2 മീനും കൊണ്ട് യേശുക്രിസ്തു ബഹുപുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്ന സംഭവം. അവിടെ അപ്പം തിന്ന് തൃപ്തരായ പുരുഷന്മാർ, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒഴികെ 5000 പേരാണ്. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ പ്രതിപാദിക്കുന്ന അത്ഭുതമാണല്ലോ 5 അപ്പവും 2 മീനും കൊണ്ട് യേശുക്രിസ്തു ബഹുപുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 31 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലുമാണ് 5 അപ്പവും 2 മീനും കൊണ്ട് യേശുക്രിസ്തു ബഹുപുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്ന അത്ഭുതം വിവരിക്കുന്നത്. എന്നാൽ 2 സുവിശേഷങ്ങളിൽ മാത്രം പ്രതിപാദിക്കുന്ന ഒന്നാണ് 7 അപ്പവും കുറേ മീനും കൊണ്ട് കർത്താവ് 4000-ഓളം പുരുഷന്മാരെയും എണ്ണിക്കൂടാതെ വന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന അത്ഭുതം. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലുമാണ് പ്രതിപാദിക്കുന്നത്. ഈ 2 അത്ഭുതവും വിവരണ തലത്തിൽ ഒരുപോലെ കാണുന്നത് കൊണ്ട് ചില ആളുകൾ, പ്രത്യേകിച്ച് പുതിയ നിയമം പഠിക്കുന്ന പണ്ഡിതന്മാരായ ആളുകൾ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരേ അത്ഭുതത്തിൻ്റെ 2 വിവരണമാണെന്ന്. എന്നാൽ വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു ഇത് 2 അത്ഭുതങ്ങളാണ്. അതിൻ്റെ പ്രധാന തെളിവെന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വിശദീകരിച്ചതിന് ശേഷം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു അക്കരയ്ക്ക് പോകുന്ന സന്ദർഭം അപ്പം എടുക്കുവാൻ ശിഷ്യന്മാർ മറന്നുപോയിരുന്നു. ആ സമയത്ത് യേശുക്രിസ്തു ചോദിക്കുന്നു, കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിക്കണം. അപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ വന്ന ചിന്ത, നമ്മൾ അപ്പം എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നത്. ആ സമയത്ത് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തുവെന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തുവെന്നും ഓർക്കുന്നില്ലയോ?
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗത്ത് ഇതേ സംഭവം മർക്കോസ് അപ്പോസ്തലനും വിവരിക്കുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തു തന്നെ പറയുന്നു 5000 പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തിയ 5 അപ്പവും 2 മീനും കൊണ്ടുള്ള സന്ദർഭവും, അതുപോലെ തന്നെ 4000 പുരുഷന്മാർക്ക് തൃപ്തി വന്ന 7 അപ്പവും കുറെ മീനും കൊണ്ട് കർത്താവ് നൽകിയ അത്ഭുതം. ഇത് രണ്ടും 2 സംഭവമാണെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അപ്പം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നു. ഒന്ന്, 5 അപ്പവും 2 മീനും കൊണ്ട് ബഹുപുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്നത്. രണ്ടാമത്തേത് 7 അപ്പവും കുറെ മീനും കൊണ്ട് 4000-ഓളം പുരുഷന്മാരെയും എണ്ണിക്കൂടാതെ വണ്ണ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ 2-ാം രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ ഏലീശ എണ്ണ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രതിപാദ്യമുണ്ട്. അതുപോലെ തന്നെ 44-ാം വാക്യം മുതൽ 100 ആളുകൾക്ക് വേണ്ടി 20 പേർക്കുള്ള അപ്പം വർദ്ധിപ്പിക്കുന്നതായി ഏലീശ പ്രവാചകൻ വർദ്ധിപ്പിക്കുന്നതായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ മരുഭൂമിയിൽ ഒന്നുമില്ലാതെ ജനം വിഷമിച്ച സമയം, ഭക്ഷണത്തിനു വേണ്ടി ജനം വിഷമിച്ച സമയം യഹോവയാം ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം മന്ന നൽകി. അപ്പോൾ പഴയ നിയമ പാരമ്പര്യത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ വളരെ ശക്തമായി നൽകുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു അതുകൊണ്ട് അനവധി പ്രാവശ്യം ഈ അത്ഭുതം നിർവഹിച്ചു. പ്രത്യേകിച്ച് 2 പ്രാവശ്യം ഈ അത്ഭുതം നിർവഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാകാം. പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രത്യേകിച്ച് പ്രവർത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവർത്തികൾ 27-ാം അധ്യായം 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ അവസാന കാലഘട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്ന സാഹചര്യം കൂടെ ഉള്ളവർക്ക് അപ്പം വാഴ്ത്തി നുറുക്കി ആ അപ്പം വിഭജിച്ചു കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്ന സംഭവവും പുതിയ നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. ഞാനിത് ഓർമ്മിപ്പിച്ചത് അപ്പം വർദ്ധിപ്പിക്കുന്ന ശുശ്രൂഷ, ആ ഒരു അത്ഭുത പ്രവർത്തനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോസ്തല പ്രവർത്തികളിലും ഉണ്ട് എന്നത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. എന്താണ് ഈ 2 അത്ഭുതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ബഹുപുരുഷാരത്തെ തൃപ്തിപ്പെടുത്തിയത് ബെത്സൈദയിൽ വെച്ചാണ്. ബെത്സൈദ യഹൂദന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. 1-ാമത്തെ അത്ഭുതം 5 അപ്പവും 2 മീനും കൊണ്ടുള്ള അത്ഭുതം തൻ്റെ സ്വന്തം വർഗത്തിൻ്റെ നടുവിൽ യേശുക്രിസ്തു നൽകിയ രക്ഷയുടെ, അതുപോലെ തന്നെ തൃപ്തി വരുത്തുന്ന, ജനത്തെ പരിപോഷിപ്പിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായിരുന്നുവെങ്കിൽ ദക്കപ്പോലി ദേശത്തെ കർത്താവ് നിർവഹിച്ചത് സർവ്വജനത്തിനും ലഭിക്കുന്ന പരിപോഷണ ശുശ്രൂഷ, ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനു വേണ്ടി വിജാതിയരുടെ ഇടയിൽ നിർവഹിക്കപ്പെട്ട ശുശ്രൂഷയായിട്ട് ഇതിനെക്കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഈ വേദഭാഗം, ഈ അത്ഭുതം 4000 പുരുഷന്മാരെ 7 അപ്പവും കുറെ മീനും കൊണ്ട് തൃപ്തിപ്പെടുത്തിയ അത്ഭുതം, അതിൻ്റെ ഇന്നത്തെ അർത്ഥതലം മനസ്സിലാക്കുവാൻ 3 ചെറിയ വാക്കുകൾ, നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിലുള്ള 3 പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായ സന്ദേശം ഈ 3 വാക്കുകളിൽ നമുക്ക് സമഗ്രമായി സമന്വയിപ്പിക്കാം. ഒന്നാമത്തേത് സുറിയാനിക്കാരുടെ ഭാഷയിൽ അധികം ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കാണ് റഹമ്മാസ് നോഷൂസോ, ലവ് ഫോർ ഹ്യൂമാനിറ്റി, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം. സഹോദരങ്ങളെ, ഈ അത്ഭുതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാതലായ വശം, യേശുക്രിസ്തുവിനെ മനസ്സലിയുന്നു. 3 ദിവസമായി കർത്താവിനോടുകൂടെ ഇരിക്കുന്ന പുരുഷാരത്തെ കണ്ടപ്പോൾ യേശുക്രിസ്തുവിന് മനസ്സലിയുന്നു. കർത്താവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഞാൻ ഇവരെ ഇപ്പോൾ പട്ടിണിയായി ഒന്നും കൊടുക്കാതെ വിട്ടയച്ചാൽ അവർ വഴിയോരങ്ങളിൽ, പാതയോരങ്ങളിൽ വീണുപോകും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക്, പ്രതിദിന ജീവിത സാഹചര്യങ്ങളിൽ ഈ ഒരു കാഴ്ചപ്പാട് യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു തന്ന, അല്ലെങ്കിൽ മനുഷ്യവർഗത്തോട് കർത്താവ് കാണിച്ചു തന്ന മനസ്സലിവും മനുഷ്യ സ്നേഹവും നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ വേദഭാഗം ഞാനൊന്ന് വിശദീകരിക്കട്ടെ. 3 ദിവസമായി പുരുഷാരം യേശുക്രിസ്തുവിന്റെ പ്രബോധന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. നാം മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് മനസ്സിലാകുന്നത്, അവർക്ക് യേശുവിനെ വിട്ടുപിരിയാൻ മനസ്സില്ല.
ഈ ജനമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ട സമൂഹം. യേശുവിനെ വിട്ടുപിരിയാൻ മനസ്സില്ലാത്ത ജനം, യേശുവിനെ വിട്ടുപിരിയാൻ മനസ്സില്ലാത്ത ജനത്തെ വിട്ടയക്കുവാൻ യേശുവിനും മനസ്സില്ല. യേശുവിനെ വിട്ടുപിരിയാൻ മനസ്സില്ലാത്ത ജനത്തെ വിട്ടയക്കുവാൻ യേശുവിനും മനസ്സില്ല. നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മെ കൈവിടുകയില്ല. സർവശക്തന്റെ മനസ്സലിവിന്റെ മഹനീയ ഭാവം അതാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, സീനായി മലയുടെ മുകളിലേക്ക് ധന്യനായ മോശ കയറിപ്പോയി. മലയുടെ മുകളിലേക്ക് വ്രതനിഷ്ഠയോടെ മോശ കയറിയപ്പോൾ സർവശക്തനായ ദൈവം സ്വർഗീയ സിംഹാസനം ഉപേക്ഷിച്ച് സീനായി മലയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യൻ കയറി ചെന്നപ്പോൾ തീഷ്ണതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ മനുഷ്യൻ കയറി ചെന്നപ്പോൾ കരുണാമയനായ ദൈവം മനുഷ്യന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നു. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തിൻ്റെയും മനുഷ്യനെ തേടി കടന്നു വന്ന സർവശക്തനായ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെയും കാതലായ വശമെന്ന് പറയുന്നത് ഈ മനുഷ്യ സ്നേഹമാണ്. ഞാനും നിങ്ങളും ഓർക്കുക, ആ പുരുഷാരം അവർ 3 ദിവസം എല്ലാം ഉപേക്ഷിച്ച്, ഭവനങ്ങളെ ഉപേക്ഷിച്ച്, ഭക്ഷണം ഉപേക്ഷിച്ച്, ഭൗതിക സുഖം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിന്റെ പ്രസംഗം, പ്രബോധന ശുശ്രൂഷയിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് 30 മിനിറ്റ് നമുക്കൊരു പ്രസംഗം ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ, ഒരു ഫോൺ കോൾ വന്നാൽ മതി, നമ്മൾ അതിലേക്ക് തിരികെ പോവുകയാണ്. വ്യാകുലതകളും ഈ ജീവിതത്തിന്റെ ആശങ്കകളും ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുകയാണ്. എന്നാൽ 3 നാൾ ഈ ജനം ക്രിസ്തുവിനോട് ചേർന്നിരുന്നു. ക്രിസ്തുവിനോട് ചേർന്നിരുന്നവരെ, കർത്താവിനെ വിട്ടുപിരിയാൻ മനസ്സില്ലാത്തവരെ വിട്ടയക്കുവാൻ കർത്താവിനും മനസ്സില്ല. പുതിയ നിയമം പഠിപ്പിക്കുന്ന മനോഹര വശമാണിത്. യഥാർത്ഥത്തിൽ കമ്പാഷൻ, മനസ്സലിവ് എന്ന് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് കേവലം ഒരു സഹതാപമോ ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിലുള്ള വ്യാകുലതയോ അല്ല. യേശു ക്രിസ്തുവിന്റെ മനസ്സിലെ മനുഷ്യ സ്നേഹം, റഹമ്മാസ് നോ സൂസോ, അത് പിതാക്കന്മാര് പഠിപ്പിക്കുന്നത് ആർക്കും വേണ്ടാത്ത മനുഷ്യരെ, എല്ലാവരും എതിർക്കുന്നവരെ, മനുഷ്യ ജീവിതത്തിന്റെ വളരെ ശക്തമായ ബലഹീന സാഹചര്യങ്ങളെ കണ്ടിട്ടാണ് യേശു ക്രിസ്തുവിന് മനസ്സലിയുന്നത്. ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിയവരും കുഴഞ്ഞവരുമായ ജനതയെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. ആർക്കും വേണ്ടാത്ത കുഷ്ഠരോഗി യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിന് മനസ്സലിഞ്ഞു. ഞാനും നിങ്ങളും ഓർക്കേണ്ടത്, ലോകത്തിൽ സമൂഹത്തിന്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുകയാണ്. ദൈവസ്നേഹം നമ്മിൽ പ്രതിഫലിപ്പിക്കണമെങ്കിൽ, ദൈവസ്നേഹം നമുക്ക് അനുധാവനം ചെയ്യണമെങ്കിൽ സമൂഹത്തിന്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിച്ചാൽ സർവശക്തന് നമ്മെ ചേർത്ത് നിർത്തും. ഈ വേദഭാഗം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ അത്ഭുതത്തിന്റെ 2ാം വശം ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. തന്നോടുകൂടെ 3 ദിവസം ഇരുന്നവരെ വഴിയിൽ തളർന്നു വീഴുവാൻ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലേക്ക് ചിന്തിച്ച് എത്രയോ മനുഷ്യർ ലക്ഷ്യസ്ഥാനങ്ങളിൽ ചെല്ലാതെ വഴിയിൽ വെച്ച് തളർന്നു പോകുന്നു. ചേർത്ത് നിർത്തുവാൻ, കൂടെ ഒന്ന് ഒരുമിച്ച് നിർത്തുവാൻ ആളുകളില്ലാതെ വരുമ്പോൾ എത്ര യുവതി യുവാക്കൾ ജീവിതം നശിപ്പിക്കുന്നു. എത്ര പേർ മയക്കുമരുന്നിനും അതുപോലെ തന്നെ മദ്യത്തിനും അടിമകളായി ഭവിക്കുന്നു. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. കാരണം ചേർത്ത് നിർത്തുവാൻ ആളില്ല. നസ്രായക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത്, ഞാനിവരെ വിട്ടുകൊടുക്കത്തില്ല, ഞാനിവരെ വെറും കൈയായി വിടത്തില്ല. കാരണം അവർ വഴിയിൽ വീണുപോകും, ലക്ഷ്യസ്ഥാനത്ത് ചെല്ലുകയില്ല. ലക്ഷ്യസ്ഥാനത്ത് ചെല്ലാതെ വഴിയിൽ തളർന്നു പോകുവാൻ സാധ്യതയുള്ളവരെ ചേർത്ത് നിർത്തുക സഭാജീവിതത്തിൽ നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ശുശ്രൂഷയാണ്. 2ാമത് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ. 1ാമത്തേത് ബെത്സൈദയിൽ വെച്ച് യഹൂദന്മാരുടെ മധ്യേ നടന്ന ശുശ്രൂഷയാണ്. ഈ 2ാമത്തെ അപ്പം വർദ്ധിപ്പിക്കുന്ന ശുശ്രൂഷ ദക്കപ്പോലി ദേശത്ത് വിജാതിയരുടെ ഇടയിൽ നടക്കുന്നു. അതിന് പല കാരണങ്ങൾ പിതാക്കന്മാർ സൂചിപ്പിക്കുന്നു. 1, മിച്ചം വന്ന അപ്പക്കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു എന്നാണ് 5 അപ്പവും 2 മീനും കൊണ്ടുള്ള അത്ഭുതത്തിൽ പ്രതിപാദിക്കുന്നത്. എന്നാൽ ഇവിടെ മിച്ചം വന്ന അപ്പം 7 വട്ടി നിറച്ചെടുത്തു. ഒന്നാമത്തേത് 12 കുട്ടയാണ്. 2ാമത്തേത്
7 വട്ടിയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ ഈ 12 എന്ന് പറയുന്നത് യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളുടെ പ്രാതിനിധ്യമുണ്ട്. 12-ൽ നിന്ന് 7-ലേക്കുള്ള ഒരു മാറ്റം, അതാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗത്തെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വശം. 7 സഭയുടെ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. പരിശുദ്ധ സഭയെക്കുറിച്ച് നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഈത്തോ ബസ് ആമേ എന്നൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? വിജാതീയ പുത്രിയായ സഭ. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തോടെ രക്ഷയുടെ ദൗത്യം കർത്താവിന്റെ ശരീരമായ വിജാതീയ പുത്രിയായ പരിശുദ്ധ സഭയെ കർത്താവ് വരമേൽപ്പിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ യഹൂദ്യയും അത് കഴിഞ്ഞുടനെ ശമരിയയും, ശമരി കഴിഞ്ഞാൽ സകല ജാതികളും എന്നൊരു ക്രമമാണ് കർത്താവ് പറയുന്നത്. അപ്പോസ്തലന്മാരെ ആദ്യം യഹൂദന്മാരുടെ ഇടയിലേക്ക് അയച്ചു. എന്നാൽ 70 അറിയിപ്പുകാരെ അയക്കുമ്പോൾ സർവ്വ സമൂഹത്തിന്റെ നടുവിലേക്ക് അയക്കുന്നു. അവസാനം ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ സർവ്വ ലോകത്തിന്റെയും രക്ഷയിലേക്ക് നയിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ 4000 പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തുന്ന 7 അപ്പവും കുറെ മീനും കൊണ്ടുള്ള രണ്ടാമത്തെ അത്ഭുതം, അത് യഹൂദന്റെ രക്ഷാ കാഴ്ചപ്പാടിൽ നിന്ന് സഭ പഠിപ്പിക്കുന്ന വിശാലമായ രക്ഷയുടെ അർത്ഥത്തിലേക്ക് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് യേശുക്രിസ്തു സൂചിപ്പിക്കുകയാണ്. 12 കുട്ടയിൽ നിന്ന് 7 വട്ടിയിലേക്ക്. ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടയിൽ നിന്ന് വട്ടിയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? 5 അപ്പവും 2 മീനും അത് പ്രതിപാദിക്കുമ്പോൾ കുട്ട 12 ഓട്ട നിറച്ചെടുത്തു. അവിടെ ഉപയോഗിക്കുന്ന കോഫിനോസ് എന്ന് പറയുന്നത് സ്മോൾ ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റിന്റെ പ്രത്യേകത അതിന്റെ നെക്ക്, അതിന്റെ കഴുത്ത് ഇടുങ്ങിയതാണ്. ഇടുങ്ങിയ കഴുത്തുള്ള കൊട്ടയ്ക്കാണ് കോഫിനോസ് എന്ന് പറയുന്നത്. ഇടുങ്ങിയ കഴുത്തുള്ള കൊട്ടയിൽ നിന്ന് നമ്മൾ മാറുന്നത് സ്പെറേസി എന്ന് പറയുന്ന ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വിശാലമായുള്ള വായുള്ള വട്ടിയിലേക്ക് മാറുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസ്ലീഹായെ രക്ഷപ്പെടുത്തുന്നു. പട്ടണത്തിന്റെ മതിലിന്റെ അരികെ വലിയ വട്ടിയിൽ പൗലോസ്ലീഹായെ ഇറക്കി വിടുന്നതായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വട്ടിയിൽ പൗലോസ്ലീഹായെ രക്ഷപ്പെടുത്തുന്നത് വിജാതീയരുടെ സുവിശേഷീകരണത്തിന്റെ മഹത്തരമായ മാർഗത്തിലേക്കാണ്. കൊട്ട ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് കഴുത്തിടുങ്ങിയ കൊട്ട. കാരണം യഹൂദന്മാർക്ക് പൊടി എപ്പോഴും നിഷിദ്ധമാണ്. അതുകൊണ്ട് അവരുപയോഗിക്കുന്ന ബാസ്ക്കറ്റുകൾ കഴുത്തിടങ്ങിയ കൊട്ടകളാണ്. ആ 12 കൊട്ടകളിലാണ് ആദ്യത്തെ അത്ഭുതത്തിൽ അപ്പം നിറച്ചെടുത്തത്. എന്നാൽ അത് മാറി ഇന്ന് വിശാലമായ വട്ടിയിലേക്ക്. മർക്കോസിന്റെ സുവിശേഷത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ഈ വേദഭാഗം പറയുമ്പോഴും യേശുക്രിസ്തു ഈ രണ്ടാമത്തെ അത്ഭുതം ഉദ്ധരിക്കുമ്പോഴും എല്ലാം 7 വട്ടി എന്ന് കർത്താവ് വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടുങ്ങിയ മതജീവിതത്തിന്റെ സങ്കുചിതാവസ്ഥയിൽ നിന്ന് രക്ഷയുടെ വിശാലതയിലേക്കുള്ള മനോഹര പ്രയാണം ഈ അത്ഭുതം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് രക്ഷ യഹൂദന് മാത്രം, ദൈവം യഹൂദന്റേത് മാത്രം, വിടുവിക്കപ്പെടുന്നത് യഹൂദ വർഗം മാത്രം. ഇത് യഥാർത്ഥത്തിൽ യഹൂദ മതത്തിന്റെ സങ്കുചിത ബോധമാണ്. എന്നാൽ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ചത് സകല ജാതികളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. യഹൂദന്മാരുടെ കൂടാര പെരുന്നാളിൽ യെരൂശലേം ദേവാലയത്തിന്റെ വാതിൽ തുറന്നിട്ടിട്ട് ദേവാലയത്തിന്റെ പൂമുറ്റത്ത് കത്തിക്കുന്ന അഗ്നി, അത് സൂചിപ്പിക്കുന്നത് സർവ്വജാതികളും വെളിച്ചത്തിലേക്ക് കടന്നു വരാനായിട്ടാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തത്. വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, എണ്ണ വർദ്ധിപ്പിച്ചതും അപ്പം വർദ്ധിപ്പിച്ചതുമായ ഏലീശായുടെ അത്ഭുത പ്രവർത്തനം വിവരിക്കുന്നതും ശൂനേംകാരത്തി സ്ത്രീയുടെ ഭവനത്തിൽ വെച്ചാണ്. യഥാർത്ഥത്തിൽ പുറജാതികളുടെ രക്ഷ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വ്യക്തമാണ്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ യഹൂദമതത്തിന്റെ സങ്കുചിത്വം സാധിച്ചില്ല. യഹൂദമതത്തിന്റെ സങ്കുചിത്വത്തിൽ നിന്ന് രക്ഷയുടെ വിശാലതയിലേക്ക് നയിക്കുവാൻ, ശിഷ്യന്മാരെ നയിക്കുവാൻ കർത്താവ് നിർവഹിച്ച മനോഹര അത്ഭുതമാണ് 4000 പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തിയ, എണ്ണിക്കൂടാതെ വണ്ണം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും
ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുത്തിയ, 7 അപ്പവും കുറേ മീനും കൊണ്ട് തൃപ്തിപ്പെടുത്തിയ ഈ മനോഹരമായ അത്ഭുതം ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഈ ഒരു ആധ്യാത്മിക വശം ഞാനൊന്ന് വിവരിക്കട്ടെ. നമുക്കറിയാം 3 അപ്പാരറ്റസ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. നമ്മളെ പലപ്പോഴും ആത്മീക വീക്ഷണം നടത്തുന്നത്, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കുഴലിക്കൂടെ നിങ്ങളെ നോക്കുക. ഞാനൊരു കുഴലിക്കൂടെ മനുഷ്യരെ നോക്കിയാൽ എനിക്ക് കാണാവുന്നത് ആ കുഴലിൻ്റെ, ആ ടണലിൻ്റെ വൃത്തപരിധിയിലുള്ള മനുഷ്യരെ കാണത്തുള്ളൂ. അതിനെ ടണൽ വിഷൻ എന്ന് പറയും. യഹൂദ മതത്തിന്റെ സങ്കുചിത ഭാവം ഈ ടണൽ വിഷനിൽ നിൽക്കുകയാണ്. യെരൂശലേം ദേവാലയം, ഇസ്രയേൽ എന്ന സാമ്രാജ്യം, യഹൂദ വർഗം, ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ലോകത്തെ വീക്ഷിച്ചത്. അവിടെയാണ് യഹൂദ മതത്തിന്റെ സങ്കുചിതം. ഞാൻ പറഞ്ഞത് ഈ 12 കൊട്ടയിലുണ്ട്. കഴുത്തിടുങ്ങിയ കൊട്ട യഹൂദ മതത്തിന്റെ സങ്കുചിതത്തിന്റെ പ്രതീകമാണ്. ഇന്നും നമ്മുടെയും ആധ്യാത്മിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഒരു സങ്കുചിത മനോഭാവമാണ്. എൻ്റെ രക്ഷ, നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും വ്യക്തിപരമായി നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് കൂടുതൽ കടന്നു വരുന്നത്. നമ്മുടെ കാര്യസാധ്യത്തിൽ അധിഷ്ഠിതമായ ആത്മീകത ഒരു ടണൽ സ്പിരിച്വാലിറ്റിയാണ്, ടണൽ വിഷനാണ്. അതുപോലെ ഒന്നാണ് യഹൂദന്മാർ. അവരുടെ മതപരിമിതിയും സങ്കുചിതാവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ മറ്റുള്ളവരുടെ തെറ്റുകളെ പർവ്വതീകരിച്ചു. നമുക്കറിയാം, ചെറിയ വസ്തുക്കൾ, കൊറോണ വൈറസ് ഇന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കാം. യഹൂദൻ എപ്പോഴും അവരുടെ ആധ്യാത്മികതയിൽ നിറഞ്ഞു നിന്ന ഒരു ഭാഗം പരീശന്റെയും അതുപോലെ തന്നെ സാധൂക്യരുടെയും മതചിന്ത എന്ന് പറയുന്നത്, ബാക്കി മനുഷ്യരെല്ലാം അംഹാററ്റ്സ്, നിന്ദിക്കപ്പെട്ടവരും പാപികളുമാണ്. ചുങ്കക്കാരും പാപികളും വേശ്യസ്ത്രീകളും. വിജാതീയ മനുഷ്യരെ കുറിച്ച്, അവരുടെ രക്ഷയെക്കുറിച്ച് യഹൂദന്റെ മനസ്സിലേക്ക് കടന്നു വരത്തില്ല. അവരുടെ പരിപോഷണം അവരുടെ ആധ്യാത്മികതയുടെ ലക്ഷ്യവുമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും വിജാതീയരുടെ പാപത്തെ പർവ്വതീകരിക്കുവാൻ ഒരു മൈക്രോസ്കോപ്പിക് വിഷനാണ് അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ, യഹൂദരുടെ ആധ്യാത്മിക ജീവിതത്തിൽ നിലനിന്നത്. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് എന്താണ്? ടണൽ വിഷൻ അല്ല, മൈക്രോസ്കോപ്പിക് വിഷൻ അല്ല. പക്ഷെ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ്? അവൻ യഹൂദ്യയിലും ശമരിയിലും സോരിലും സീദോനിലും ദക്കപ്പോലി ദേശത്തും എല്ലാ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മൾ ഈ ടെലിസ്കോപ്പിന്റെ ഉപയോഗം നമുക്കറിയാം. ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ടെലിസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് കാണാം. ടെലിസ്കോപ്പിക് വിഷനാണ് വിശാല കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ 5 അപ്പത്തിൽ നിന്ന് 7 അപ്പത്തിലേക്ക്, 12 കുട്ടയിൽ നിന്ന് 7 വട്ടിയിലേക്ക് ഈ യാത്ര രക്ഷയുടെ വിശാലത നമ്മെ പഠിപ്പിക്കുന്ന, ശിഷ്യന്മാരെ കർത്താവ് ഉദ്ബോധിപ്പിക്കുന്ന മനോഹര സന്ദർഭമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രസക്തമാണ്. അവസാനിപ്പിക്കട്ടെ, 3ാമത്തെ ചിന്ത. 1ാമത്തെ ചിന്ത ഞാൻ പറഞ്ഞു, റഹമ്മാസ് നോഷൂസോ, സർവശക്തന്റെ മനസ്സലിവും മനുഷ്യ സ്നേഹവും. 2ാമത്തേത് വിജാതീയ പുത്രിയായ പരിശുദ്ധ സഭ, ഈത്തോ ബസ് ആമേ. വിജാതീയ പുത്രിയായ പരിശുദ്ധ സഭ, അത് രക്ഷയുടെ വിശാലത വ്യക്തമാക്കുന്നു. 3ാമത് എല്ലാവർക്കും തൃപ്തിയായി. എല്ലാവർക്കും തൃപ്തിയായി. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സാറ്റിസ്ഫൈഡ്, തൃപ്തിയായി. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനാൽ വർദ്ധിപ്പിക്കപ്പെടുന്ന അപ്പം അത് മാനവജാതിയുടെ തൃപ്തിക്ക് പ്രയോജനകരമാണ്. സെഹിയോന്റെ ദാഹം, ഒടുങ്ങാത്ത ദാഹം ക്രിസ്തു എന്ന ജീവജലത്താൽ പൂർത്തീകരിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പത്താൽ ലോകത്തിന്റെ വിശപ്പ് ശമിച്ചു. നമുക്കറിയാം, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൗ ഡു വി സാറ്റിസ്ഫൈ ദ ലാർജ് കമ്മ്യൂണിറ്റി, ലാർജ് ക്രൗഡ് വിത്ത് എ ലിമിറ്റഡ് റിസോഴ്സ്. വളരെ പരിമിതമായ വിഭവം കൊണ്ട് വലിയ സമൂഹത്തെ, വലിയ പുരുഷാരത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തും? അന്നും ഇന്നും പ്രതിസന്ധി ഇതാണ്. ചെറിയ പരിമിതമായ വിഭവശേഷി കൊണ്ട് വലിയ സമൂഹത്തെ എങ്ങനെ തൃപ്തിപ്പെടുത്തും? അതിനാണ് പരിശുദ്ധ സഭ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന ജീവന്റെ അപ്പവും കർത്താവിന്റെ രക്തവും നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തുവിനാൽ ലോകത്തിന്റെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അവിടെയാണ് എല്ലാവർക്കും തൃപ്തിയായി. സത്യത്തിൽ ഈ സാറ്റിസ്ഫാക്ഷൻ abundantly satisfied, mightily satisfied. എന്നാൽ അതിലൊക്കെ വലുതെന്താണെന്നറിയാവോ? ഈ സമൃദ്ധി എന്ന് പറയുന്നത്
ഇറ്റേണലി സാറ്റിസ്ഫൈഡ്. നിത്യമായി സംതൃപ്തമാകുന്നു. സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇതിന് ഞാൻ പറയട്ടെ. നമ്മൾ പാപപരിഹാര പ്രാർത്ഥനയിൽ പാപപരിഹാരം നൽകുന്നവനും ശുദ്ധീകരിക്കുന്നവനും എന്നുള്ള ഹൂസോയോ പ്രാർത്ഥനയിൽ ക്രിസ്തീയ പരിപൂർണത എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവേ, ക്രിസ്തീയ പരിപൂർണതയ്ക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ശൂലോമോ ക്രിസ്ത്യോനോയോ, അതാണ് സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന വാക്ക്. അതിന് ക്രിസ്തീയ പര്യവസാനമെന്നും വിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നല്ല അർത്ഥം ക്രിസ്തീയ പരിപൂർണത. സഹോദരങ്ങളെ, സർവശക്തന്റെ മനസ്സലിവ്, ആ മനുഷ്യ സ്നേഹം അനുഭവിച്ചറിഞ്ഞാൽ, ആ മനുഷ്യ സ്നേഹം നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷകളിലും പ്രതിഫലിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷയുടെ വിശാലതയിലേക്ക് വിജാതീയ പുത്രിയെ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്ത് തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്ത സർവശക്തനായ കർത്താവ് എല്ലാ രക്ഷയുടെ വിശാല തലത്തിലേക്ക് നമ്മെ നയിക്കും. ആ രക്ഷയുടെ വിശാലതയിലാണ് ചെറിയ അപ്പം, അല്പാപ്പമായി വിഭജിക്കുന്ന അപ്പം സർവ്വലോകത്തിനും സംതൃപ്തി ലഭിക്കുന്ന ക്രിസ്തീയ പരിപൂർണതയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ പരിപൂർണത എന്ന ആത്യന്തിക ലക്ഷ്യം യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ. യേശുക്രിസ്തുവിലെ ദൈവസ്നേഹം മനസ്സിലാക്കി, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ വിശാല അർത്ഥതലം മനസ്സിലാക്കി ക്രിസ്തീയ പരിപൂർണതയിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.